UGC നെറ്റ് പുനഃപരീക്ഷയിൽ NTA-ക്കെതിരെ ഗുരുതര ആരോപണം. ജന്തർ-മന്ദറിലെ വിദ്യാർത്ഥി പ്രതിഷേധം ഭയന്ന് പുനഃപരീക്ഷ മനഃപൂർവ്വം വൈകിപ്പിച്ചുവെന്നാണ് പരാതി. അനിവാര്യമായ റദ്ദാക്കൽ ബോധപൂർവ്വം നീട്ടിക്കൊണ്ടുപോയി. ജൂൺ 30-ന് പരീക്ഷ കഴിഞ്ഞപ്പോൾ തന്നെ NTA-ക്ക് പിഴവുകളെക്കുറിച്ച് അറിയാമായിരുന്നുവെന്നാണ് ആരോപണം. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി. നോബിൾ, ഇപ്പോൾ NTA-ക്കെതിരെ കൂടുതൽ തെളിവുകൾ വരികയാണ്. ഇപ്പോൾ പുനഃപരീക്ഷ വൈകിച്ചു എന്നതിന്റെ എന്ത് തെളിവാണ് പുറത്തേക്ക് വരുന്നത്? സ്മൃതി, വിദ്യാർത്ഥികളും അതോടൊപ്പം പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുമാണ് ഇപ്പോൾ NTA-ക്കെതിരെ ഈ വിഷയത്തിൽ കൂടുതൽ ആരോപണം രംഗത്തേക്ക് വരുന്നത്. നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് പരീക്ഷ കഴിഞ്ഞപ്പോൾ തന്നെ വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് മുൻ വർഷത്തെ ചോദ്യങ്ങൾ അതേപടി അച്ചടിച്ചു വലിയ തരത്തിൽ പിശകുകൾ ആ ചോദ്യങ്ങളിൽ ഉണ്ടായി, അക്ഷരത്തിന്റെ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായതൊക്കെ നേരത്തെ തന്നെ വന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ NTA-ക്ക് 1 മണിക്കൂർ കൊണ്ട് പരിശോധിച്ച് വ്യക്തമാവുന്ന കാര്യങ്ങളായിരുന്നു. അത് ആ ഘട്ടത്തിൽ NTA-ക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. പക്ഷേ CJP പ്രതിഷേധം കത്തിയുന്ന സമയമാണ്. CJP പ്രതിഷേധത്തിൽ വലിയ തരത്തിൽ രാജ്യത്ത് പ്രതിസന്ധികൾ കേന്ദ്രക്കാർ നേരിട്ടുകൊണ്ട സമയമാണ്. ആ സമയത്ത് പുനഃപരീക്ഷ നടത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടായിക്കഴിഞ്ഞാൽ നിലവിലത്തെ സാഹചര്യം അതിസങ്കീർണമാകും എന്ന് NTA-ക്ക് അറിയാമായിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് എന്താണെങ്കിലും NTA പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മറച്ചുവെച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതാണ് പ്രതിപക്ഷത്തെ പല സംഘടനകളും ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത്, വിദ്യാർത്ഥികൾ ആരോപണം ഉന്നയിക്കുന്നത്. അത്തരത്തിൽ CJP പ്രതിഷേധം കൂടുതൽ കനക്കുന്നത് വലിയ തരത്തിൽ തിരിച്ചടിയാകും എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് എന്താണെങ്കിലും ഇപ്പോൾ ഇത്തരത്തിൽ നടപടികൾ നീട്ടിവെച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിമർശനങ്ങൾ NTA എന്താണെങ്കിലും ഇക്കാര്യത്തിൽ നേരിടുകയും ചെയ്യുന്നുണ്ട്. സ്മൃതി, ശരി, നോബിൾ മാരിക്കാരനാണ് വിവരങ്ങൾ.